അയ്യപ്പൻകോവിൽ തൂക്കുപാലം നവീകരിക്കുന്നതിന് 13 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറായി. തൂക്കുപാലത്തിന്റെ നിർമ്മാണം നടത്തിയ അർദ്ധ സർക്കാർ സ്ഥാപനമായ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അതേസമയം ഫണ്ടില്ലാത്തതിനാൽ 3 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉപേക്ഷിച്ച റിവർ മാനേജ്മെന്റ് കമ്മിറ്റി 13 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് കണ്ടറിയണം. നിർമ്മാണത്തിന് ശേഷം അറ്റകുറ്റപ്പണികൾ ഒന്നും നടത്താത്തതിനാൽ തൂക്കുപാലത്തിന് കാര്യമായ ബലക്ഷയമുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ കയറ്റിയും അനുവദനീയമല്ലാത്ത എണ്ണത്തിൽ കൂടുതൽ ആളുകൾ കയറിയും ഓരോ ദിവസവും ബലക്ഷയം കൂടി വരികയാണ്. വിവിധ ഭാഗങ്ങളിൽ തുരുമ്പെടുക്കുകയും നെട്ടും ബോൾട്ടും അയഞ്ഞു പോകുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം പലതവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ പാലം നവീകരിക്കുവാൻ കളക്ടർ അധ്യക്ഷനായ റിവർ മാനേജ്മെന്റ് കമ്മിറ്റി കഴിഞ്ഞ വർഷം തീരുമാനിച്ചിരുന്നു. വില്ലേജ് ഓഫീസർ TC മുരളീധരന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ രൂപരേഖ തയ്യാറാക്കുവാൻ സിൽക്ക് അക്രഡിറ്റഡ് ഏജൻസിയെ ചുമതലപ്പെടുത്തുകയും 3 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഫണ്ട് ഇല്ലെന്ന കാരണം പറഞ്ഞ നവീകരണ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. പാലത്തിന്റെ അവസ്ഥ ഓരോ ദിവസവും കൂടുതൽ അപകടാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. KEL ഇപ്പോൾ തയ്യാറാക്കിയ എസ്റ്റിമേറ്റും റിവർ മാനേജ്മെന്റ് കമ്മിറ്റിക്കാണ് പഞ്ചായത്ത് സമർപ്പിക്കുന്നത്. ഫണ്ടില്ലാത്തതിനാൽ 3 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉപേക്ഷിച്ച റിവർ മാനേജ്മെന്റ് 13 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം. ഇടുക്കി റിസർവോയറിന് കുറുകെ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് 2012-13 2,05 ലക്ഷം രൂപ ചെലവഴിച്ച് ജില്ലാ റിവർ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് തൂക്കുപാലം നിർമ്മിച്ചത്. 1.2 മീറ്റർ വീതിയും 200 മീറ്റർ നീളവുമുള്ള തൂക്കുപാലത്തിൽ കയറി റിസർവോയറിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കുവാൻ ഓരോ ദിവസവും 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. രാജേഷ്, ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ.